വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തേണ്ടത് നമ്മുടെ മാവിന്റെ തളിരിലകൾ വെട്ടി നശിപ്പിക്കുന്ന ആ, ചെറിയ ചെറിയ പ്രാണികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം. നമുക്കറിയാം, ഒരു മാവ് വെച്ചിട്ട് അതിന്റെ പൂത്ത് തളിർത്ത് അതിന്റെ ചെറിയ തളിരിലകൾ വരുന്നതിനെ വെട്ടി നശിപ്പിക്കാനായിട്ട് പ്രാണികൾ വരും. അപ്പൊ ആ പ്രാണികളിൽ നിന്ന് ആ, നമ്മുടെ മാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മരുന്നിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ആ, അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജൈവഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഫെൻവാള് J104 എന്ന് പറയുന്ന ഒരു മരുന്നാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് 400 ml മരുന്ന് സ്പ്രേ ചെയ്യാൻ പറ്റാവുന്ന ഒരു കുപ്പിയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മരുന്നിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 ml മരുന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ 400 ml ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെളുത്ത് പാല് പോലെ അങ്ങനെ നിൽക്കണതാണ് കുപ്പിയിൽ. അപ്പൊ ഇത് കറക്റ്റ് അളവിന് തന്നെ ചേർക്കാം, ഡോസ് കൂടരുത്. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml അല്ലെങ്കിൽ 3 ml മാക്സിമം അത്രേ ചേർക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഇലകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തളിർക്കൂമ്പലയിലേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ കേട് വന്ന ഇലകളിലേക്കൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അതിലേക്ക് ഈ പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല. ഇതിൽ നീര് വറ്റിച്ച് കുടിക്കുന്ന പരിപാടികളൊക്കെ, തണ്ടിന്റെ നീര് വലിച്ചു കുടിക്കുന്ന അതൊക്കെ ഒഴിവായി കിട്ടിക്കോളും. മാവിന്റെ എല്ലാ തളിരിലകളിലേക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയില് ഒന്നോ ഒരു തവണ ചെയ്താൽ മതി. ഒരു തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലെവലില് ഇതിൽ കീടങ്ങളിൽ നിന്ന് മാവിനെ പ്രൊട്ടക്ട് ചെയ്തോളും. ഈവനിങ് സമയത്ത് മാവിന്റെ അടിവശത്ത് ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിനകത്ത് ഇത്തിരി ചകിരിയോ ഒക്കെ ഇട്ട് ചെറിയ തോതിൽ പുകച്ചു കൊടുക്കുന്നതും മാവിലെ ഈ കീടങ്ങൾ വരാതിരിക്കുന്നതിന് ഏറ്റവും സൂപ്പറാണ്. അത് നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.